അൻവറിന്റെ പാർട്ടിയാണോ? എല്ലാരും എന്റെ പാർട്ടിയാ. അത് പറയാ. രക്ഷിച്ചു കളഞ്ഞു, പറയാൻ പോവായിരുന്നു, രക്ഷിച്ചു കളഞ്ഞപ്പോഴേക്കും. എല്ലാരും എന്റെ പാർട്ടിയാണ്. അപ്പോ എന്റെ ആര്യടൻ ഷൗക്കത്ത്, എന്റെ എം സ്വരാജ്, എന്റെ അൻവർ, എന്റെ മോഹൻ ജോർജ്, ആര് ജയിച്ചാലും എനിക്ക് ഒരുപോലെയാണ്. സേഫ് അല്ലേ? അതൊരു വളരെ സേഫ് ആയിട്ടുള്ള പരിപാടിയാണ്. അതിന് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ തന്നെ ആയിരിക്കും. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ, നമ്മളിപ്പോഴും ഈ പോരാളികൾക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അൻവർ ഒരു പോരാളിയാണ്. അതുകൊണ്ടാണ് ഞാൻ അൻവർ മത്സര രംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അയാളെ UDF എടുക്കാതെ വന്നപ്പോഴൊക്കെ അൻവറിന്, കാരണം പി വി അൻവർ ഈ ഒരു പോരാട്ടത്തിന്, ഇതുപോലൊരു പോരാട്ടത്തിന് ഈ അടുത്തൊന്നും ഒരു രാഷ്ട്രീയ നേതാവ് ഇറങ്ങിത്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതും ഒരു മുന്നണിയിൽ നിന്ന് മാറുന്നു, മറ്റൊരു മുന്നണിയിൽ ഇടം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ നിസ്സഹായനായി നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് ഒരു മലയാളിക്ക് ഉണ്ടാകുന്ന ഒരു സെന്റിമെന്റ്സ്, അത് ഒരു കേവല മലയാളിയായി എനിക്കും ഉണ്ടായി. പക്ഷേ അത് പോരാളിയാണോ സഹതാപ വോട്ടാണോ എന്നൊക്കെയുള്ള പ്രശ്നം ഉണ്ടല്ലോ. എനിക്കറിയില്ല. എന്തായാലും പിണറായി എന്നൊരു വാക്ക് കേരള രാഷ്ട്രീയത്തിൽ സംഭാവന ചെയ്ത പി വി അൻവർ പിണറായി വിജയന്റെ ഏറ്റവും വലിയ ഫാനായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. എന്ന് മാത്രമല്ല, പിതാവിനെ പോലെ എന്ന് മാത്രമല്ല, ഇങ്ങനെ പറഞ്ഞ വേറൊരാളെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മാറി മാറി കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ, മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തുകയും പിന്നീട് ഇകഴ്ത്തുകയും ചെയ്ത വേറൊരു നേതാവുണ്ട്, പി സി ജോർജ്. ഇതുപോലെ തന്നെ ഒരു 10 വർഷം മുമ്പത്തെ അൻവർ ആയിരുന്നു പി സി ജോർജ്. കേരള രാഷ്ട്രീയം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ആളുകളെ കാണാറുണ്ട്. അവരെന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്, അടുത്ത വർഷം എന്തായിരിക്കുമെന്നല്ല, അടുത്ത മണിക്കൂറിൽ എന്തായിരിക്കും പോലും. എന്തായാലും പി സി ജോർജ്, അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹം ഉണ്ടാക്കിയ ജനപക്ഷം, അതൊക്കെ സേഫ് ലാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പ് കാലമായാലും അല്ലെങ്കിലും ജനശ്രദ്ധ പിടിച്ചുപറ്റുക, ജനങ്ങളുടെ മുമ്പിലേക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് പരമാവധി എത്തിക്കുക, വലിയ പബ്ലിസിറ്റി ഉണ്ടാവുക. അങ്ങനെ ശേഷിയുള്ള ആളുകളുടെ പ്രകടനത്തിലാണ് സത്യത്തിൽ കേരള. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ 5:30 സ്ട്രോങ് റൂം 7:30 തുറക്കും. അതിനു മുൻപ് നമുക്ക് എല്ലാ കാര്യങ്ങളും സ്ട്രോങ് ആണോ എന്ന് ഉറപ്പാക്കാം. അല്ല, ഇന്നലെ നടന്ന ഒരു കാര്യം അറിയില്ല. ഇന്നലെ രാത്രി നമുക്ക് രാത്രി വന്നൊരു വാർത്ത എന്നുള്ളത്, പിണറായി വിജയൻ MV ഗോവിന്ദനെ ശാസിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. അത് മൈക്ക് കണ്ടാൽ എന്തും വിളിച്ചു പറയരുത്, എന്തും വിളിച്ചു പറയരുത് എന്ന് പ്രതികരണം വന്നിരിക്കുന്ന എന്നാണ് വോട്ടെണ്ണുന്നതിന്റെ തലേ ദിവസമാണ്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി ഇതാ താങ്കളാണ് എന്ന് പറയുന്നത്. അത് പൂർണ്ണമായും MV ഗോവിന്ദനെ മാത്രം പിഴവായിട്ട് അതിനെ കാണാൻ പറ്റുകയില്ല. കാരണം അവിടെ ഒരു വേവ് ഉണ്ടാവുകയാണെങ്കിൽ അത് കൃത്യമായും ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ശക്തമായി തന്നെ അലടിക്കുന്നു എന്ന വിലയിരുത്തലേക്ക് വരേണ്ടി വരും. നമുക്കത് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ അതൊരു ആദ്യം കയറിയുള്ള ആ പ്രതികരണത്തെ സംശയത്തോടെ വീക്ഷിക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, MV ഗോവിന്ദൻ പറഞ്ഞ RSSുമായി പണ്ട് സഹകരിച്ച കാര്യം. ഏറ്റവും അവസാനം BJP സ്ഥാനാർത്ഥി ശ്രീ മോഹൻ പറഞ്ഞ എൻ്റെ വോട്ടുകൾ UDFന് പോയി, കോലീബി സഖ്യം എന്നൊക്കെ ഇന്നലെ പലരും പറയാൻ ശ്രമിക്കുന്നു. ഈ രണ്ട് വാദങ്ങൾ എന്തായാലും അവരുടെ കയ്യിലുണ്ട്. പക്ഷെ മറുവശത്ത് UDFന് ഈ വലിയ തകർച്ച വന്നാൽ, വലിയ പരാജയം നേരിട്ടാൽ എന്തുകൊണ്ട് പി വി അൻവറിനെ കൂടെ കൂട്ടിയില്ല എന്ന ചോദ്യം മാത്രമായിരിക്കില്ല പരാജയപ്പെടുക. VD സതീശൻ എന്ന നേതാവായിരിക്കും. VD സതീശൻ അങ്ങനെ ഒരു പരാജയം ഒഴിവാക്കാനായിട്ടുള്ള എല്ലാ പണിയും എടുത്തിട്ടുണ്ടാവും. കാരണം ഈ പരാജയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ കൂടെ ആയതുകൊണ്ട് ഉറപ്പായി VD സതീശൻ റിസ്ക് എടുക്കില്ല. LDFന് കിട്ടിയാൽ ഊട്ടിയാണിത്. എം സ്വരാജിന് ഈ 1638 എന്നല്ല 500 വോട്ടിന് ജയിച്ചാലും ഒരു ഊട്ടി എന്ന് പറഞ്ഞാൽ പോരാ. LDF ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഒരു 1.5 ഊട്ടിയായിരിക്കും. അതെ, എന്ന് മാത്രമല്ല ജനവിരുദ്ധ വികാരമില്ല എന്ന് തെളിയിക്കാനായി എന്ന് പറയും. എം സ്വരാജിന്റെ വളരെ വലിയൊരു തിരിച്ചുവരവായിരിക്കും. എന്ന് മാത്രമല്ല, പിണറായിസത്തിനെതിരെ പി വി അൻവർ കഴിഞ്ഞ 5-6 മാസമായി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും തിരിയുകയാണെന്ന് മാത്രമല്ല, പിണറായിസം എന്ന ഒരു പോസിറ്റീവ് വാചകം വേണമെങ്കിൽ LDFന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുദ്രാവാക്യം അവരിപ്പോ തന്നെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കാരണം മോദി ചായ്വാല എന്ന് വിളിച്ചിരുന്ന ആ സംഭവം ഉണ്ടല്ലോ, അത് പിന്നെ എങ്ങനെയാണ് അത് അവരുടെ ഒരു പ്രചാരണ അതേ രൂപത്തിൽ തന്നെ